എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ധാരാളമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? അപ്പോൾ ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ കുറേ ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നേ. അത് ഞാൻ പറഞ്ഞായിരുന്നു മുംബൈയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കേട്ടിട്ട് അതിന് മറുപടി പറയണേ എന്ന്. ആരും മറുപടി പറഞ്ഞില്ല, കേട്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പോൾ ഇന്ന് എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഇത് തുടങ്ങിയില്ലേ, ദസറ തുടങ്ങിയില്ലേ. അപ്പോൾ ഇനിയും ഇപ്പം സമയം 7 മണി ആകാറായി. അപ്പോൾ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിന് അവരുടെ ഇത് തുടങ്ങും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലല്ല, അപ്പോൾ എനിക്ക് സൗണ്ടായിരിക്കുമല്ലേ. ഇടയ്ക്ക് ഇപ്പോഴേ പ്രാക്ടീസ് അവർ നടക്കുന്നുണ്ട്, പൊട്ടും മൈക്ക് സെറ്റുകാർ. അപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്യണം. പിന്നെന്തോ പോൾമോൻ ഇതുവരെ എത്തിയിട്ടില്ല, ട്രാഫിക്കായിരിക്കാം. അവനിവിടെ നമ്മുടെ അടുത്ത് സ്റ്റേഷനിൽ വന്ന് പിന്നെ ബസ് പിടിച്ച് വരണം. അന്നേരം ബസ് കിട്ടാനൊക്കെ താമസമാണ്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സമയമാകുമ്പോൾ ട്രാഫിക്കും ആയിരിക്കുമേ. പിന്നെന്താ, ഇന്നലെ പ്രസന്ന പറഞ്ഞായിരുന്നു ചിക്കൻ ചുക്കി ഉണ്ടാക്കി നല്ലതായിരുന്നെന്ന്. നിങ്ങളീ ഉണ്ടാക്കുന്നതൊന്ന് ഫോട്ടോയോടെ എടുത്ത് തരുവാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാണേ. ഇന്നലെ മിന്നു ചിക്കൻ ബിരിയാണി, നാണ്ട സൗണ്ട് ഭയങ്കര. ഒരു മിനിറ്റേ, ഞാൻ കുറേ നേരം നോക്കിയിട്ട് നിർത്തുന്ന ഒരു പരിപാടിയില്ല. പിന്നെ ഞാനങ്ങ് പറയാം. അപ്പോൾ മിന്നു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഇട്ട് തന്നത് ഞാനത് ഇന്നലെ ഇട്ടില്ലേ. അതുപോലെ നിങ്ങൾ ഇട്ട് തരുവാണെങ്കിൽ ഞാൻ ഇടാമേ. അപ്പോൾ അത് നിങ്ങൾക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. നമ്മളിട്ട നമ്മൾ ഇട്ട റെസിപ്പി വേറൊരാൾ ചെയ്തിട്ട് അവർക്ക് സക്സസ് ആയെന്ന് അറിയുമ്പോഴേ അത് നല്ല കാര്യമല്ലേ. പിന്നെന്താ, പിന്നെ ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോയാ. അത് ഇന്നത്തെ വെള്ളിയും ശനിയത്തെ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് മീൻ മാർക്കറ്റിൽ പോകുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടോടെ പോകാനായിട്ടാണ് ഇരുന്നേ. അപ്പോൾ രാവിലെ പ്രൈസനെ വിട്ട് കഴിഞ്ഞ് 8-8:30 ആകുമ്പോൾ പോകാനാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ അവളെ വിളിച്ചോണ്ടേ എനിക്കും രാവിലെ പോകണമെന്ന്. മഴയും ഉണ്ടായിരുന്നു. അതുമല്ല, പിന്നെ ഇന്നലെ ഇവിടുന്ന് പ്രേയറിന് പോയിട്ട് വന്നപ്പോഴത്തേക്കിനൊക്കെ ഇങ്ങനെ ഈ യാത്ര ചെയ്തിട്ട് വരുമ്പോൾ എനിക്ക് ടെയിൽ ബോണിന് നല്ല പ്രോബ്ലമാണ്. അപ്പോൾ അത് എനിക്കൊരു വേദനയുണ്ട്. അപ്പോൾ അവളെ വിളിച്ചോണ്ട് അവൾക്കും വയ്യായിരുന്നു. അവളും രാത്രി ഉറങ്ങിയില്ല, അവൾക്കും ചുമയൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ 2 പേര് പോയില്ല. ഇനി നോക്കണം. ഇനിയും ബുധനാഴ്ച, തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെ കണ്ടുള്ള ദിവസമാണ് മാർക്കറ്റ് കൂടുതലുള്ളത്. മീൻ എന്നും ഉണ്ട്, ചന്ത എന്നും ഉണ്ട്. പക്ഷെ മീൻ ഇച്ചിരി കൂടുതൽ കിട്ടുന്നത് ഈ ദിവസങ്ങളിലാണ്. അന്ന് റീച്ചാൻ ചോദിച്ചോണ്ട് ഒരു മീൻകാരൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഹലോ, ഞാൻ പ്രീസൻ മോന. എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നു. എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രീസൻ മോന. ഇപ്പം ഞാൻ ഇച്ചിരി വിശേഷം പറയാം. എന്തോ ഒക്കെ ഉണ്ട്. എൻ്റെ എക്സാം സ്റ്റാർട്ടാവുന്നു, പ്രാർത്ഥിക്കണേ അതിന് വേണ്ടി. ഇന്ന് രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാനായിട്ട് ചപ്പാത്തിക്കകത്ത് ഇങ്ങനെ ശ്രീകണ്ഠ തേച്ചിട്ടാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ഒരു ബ്രെഡും ചീസും കൂടെ, ഒരു ബ്രെഡ് ചീസിൻ്റെ ഒരു ബ്രെഡും പിന്നെ ഈ ചപ്പാത്തിയും കൂടെ ഞാനൊന്ന് ശ്രീകണ്ഠ തേച്ചിങ്ങനെ അത് ഊരിപ്പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ടൂത്ത് പിക്ക് കൂടെ കുത്തി കൊടുക്കുന്നുണ്ട്. അന്നേരം ചപ്പാത്തിക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഓയിലൊഴിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നോണ്ടേ ഞാനൊരു 4-5 സവാളയൊന്ന് അരിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് ഈ സവാളയൊന്ന് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇന്നെനിക്ക് അധികം, ഇത് 2 ദിവസത്തെ വീഡിയോ അല്ലേ, അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കധികം ഒന്നും ജോലിയില്ല. ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇടയ്ക്കൊരു 2 മീഡിയം സൈസിലെ ടൊമാറ്റോയുടെ ചേർത്തായിരുന്നു. ഇപ്പം ടൊമാറ്റോയും സവാളയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. കുറേ സമയം എടുത്ത് ഇത് വഴറ്റാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ചൊക്കെ കൊടുത്തു കേട്ടോ. തീ കൂട്ടിയും കുറച്ചും ഒക്കെയാണ് ഇത് വഴറ്റിയെടുത്തത്. അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും നല്ലൊരു ഇച്ചിരി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടീസ്പൂൺ
മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റോളം ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു നല്ലൊരു കളർ നമുക്ക് കിട്ടുന്നത്. മുട്ടക്കറിയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ചപ്പാത്തിയാണ് വേണ്ടത്. ചോറിൻ്റെ കൂടെ ഇവന്മാർ മുട്ടക്കറി അത്ര ഇതില്ല, അത്ര ഇതൊന്നല്ല, ചോറിൻ്റെ കൂടെ അവർക്ക് ഇഷ്ടമല്ല, ചപ്പാത്തിയാണ്. അപ്പം ഞാൻ കുറേ നേരം ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നിന്നങ്ങ് നേരത്തെ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇനി എനിക്ക് പാതിരാത്രി വരെ ഇരിക്കണം. ഈ ദാണ്ടിയ തുടങ്ങുവാണെങ്കിലേ നമ്മുടെ ഫ്രണ്ടിലല്ലേ, അപ്പം ഈ മൈക്ക് സെറ്റും പാട്ടും മേളവും ഒക്കെ ആകുമ്പം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാക്കത്തില്ല. ഒരു ഇച്ചിരി സൗണ്ട് വെളിയിലത്തുണ്ടെങ്കിലേക്ക് ഈ വീഡിയോ എൻ്റെ ഈ മൊബൈലിൽ നന്നായിട്ട് സൗണ്ട് ഇതിൽ പിടിച്ചെടുക്കും. അപ്പം ഞാനിത് വഴന്ന് വന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല, ഇച്ചിരി തിക്കായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇന്നത്തെ കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നന്നായി തിളച്ച് വന്നാൽ ഞാൻ ഇതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മുട്ട ഞാനൊന്ന് കീറിയിട്ടു, ബാക്കി അല്ലാതെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും കാണിക്കുന്നത് പിറ്റേന്നത്തെ വീഡിയോയാണേ. അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ വീഡിയോയാണ്. ശനിയാഴ്ച ദിവസം ഇവിടെ രാവിലെ മാഗിയാണ്. അപ്പം ഞാൻ മാഗി വെജിറ്റബിൾസ് ഇല്ലാതെ ഉണ്ടാക്കുന്നവരൊക്കെ പോൾ അവനൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇതിപ്പം ഞാൻ ബാക്കിയുള്ളവർക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടാണ് ഞാൻ പോയി കഴിക്കാൻ പോയത്. അപ്പോൾ കഴിച്ച് വന്നപ്പോഴത്തേക്കിനൊക്കെ വെള്ളം ഒന്ന് അനന്ന് വന്ന്. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് അരിയും കൂടെ കഴുകിയിടട്ടെ. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് എൻ്റെ വീഡിയോ കാണാപ്പാടോ. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലേ. എൻ്റെ കൈ അന്ന് പൊള്ളിയതാണ്, അത് ഇതുവരെ പാടിങ്ങനെ മാറിയിട്ടില്ല, ഇങ്ങനെ ഇരിക്കും. അത് മാറത്തുമില്ലെന്ന് തോന്നുന്നു. അപ്പം ഡാഡിയുടെ മുടി വെട്ടണമായിരുന്നു. അപ്പം പോൾമോനോട് റീച്ചാൻ പറഞ്ഞ് അപ്പച്ചനെയും കൊണ്ട് പോയിട്ട് വാ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പ്രൈസൻ്റെയും കൂടെ മുടി വെട്ടിക്കാം. അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വന്ന് പ്രൈസമോൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സീതാഫലി കസ്റ്റഡ് ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. അതുമായിട്ടുള്ള മൽപ്പിടുത്തമാണവൻ. എനിക്കിത് ഇഷ്ടമാണ്, പക്ഷെ തിന്നാൻ ബുദ്ധിമുട്ടാണ്. ആ അരിയൊക്കെ എടുത്ത് ഉറിഞ്ചി തിന്നാൻ. ഞാൻ ഒരല്ലി എടുത്ത് തിന്ന് നോക്കിയിട്ട് നല്ല മധുരമുണ്ട്. 2 അവന്മാർക്ക് അത് കണ്ടോണ്ട് ഇഷ്ടമായി. അവന്മാർ തന്നെ വന്ന വഴിക്ക് പഴവും ഇത് ഒന്നവനും ഒന്ന് മറ്റോന് അതിന് പേഷ്യൻസ് ഇല്ല തിന്നാൻ. അവൻ ചോദിച്ചു മമ്മി ഈ പുറത്തെ ആ തോടുകൂടെ തിന്നാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലടാ അത് തിന്നാൻ നോക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു 2 പേരും കൂടെ അതും കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ. അത് ഓരോ അല്ലി എടുത്ത്, ചിലതിന് അരി ഇല്ലാത്തതുണ്ട്, അങ്ങനെയുള്ളതെടുത്ത് തിന്നാൻ നല്ലതാണ്. ഈ അരി ഉള്ളത് ഉറിഞ്ചി തിന്നാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓരോ ഇതെടുത്തിട്ട് വായിലോട്ട് വെച്ച് ഇങ്ങനെ അറിയാവുന്നവരാകുമ്പോൾ ഈ മൂടുവശം കൊണ്ടത് ഞെക്കുമ്പം അരി ഇങ്ങിയതാവും. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. എത്ര 2 എണ്ണം എത്ര 40 രൂപ. പിന്നെ ഞാൻ മീൻ വെള്ളത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് വെട്ടിയെടുക്കട്ടെ, ഒന്ന് കറി വയ്ക്കാമെന്ന് വെച്ച്. ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. അന്ന് ഞങ്ങൾ പോയെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നേ, ചെറുതാന്നേലും ടേസ്റ്റുള്ള മീനായിരുന്നു. പക്ഷേ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ചോറും മീൻകറി ആണെങ്കിലും നമ്മൾ സന്തോഷം. ഇവിടെ പിള്ളേർക്കും കുഴപ്പമില്ല കേട്ടോ. പോള് ചിലപ്പോൾ ഒന്നും ചോദിക്കും മോരുണ്ടോ എന്തെങ്കിലും കൂട്ടാനുണ്ടോ എന്ന്. കൊച്ചവനാണെങ്കിൽ ഇച്ചിരി ചാറ് ഒഴിച്ച് കൊടുത്താൽ മതി. അവന് മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചാറ്. എനിക്കന്നേലും ഇച്ചിരി മീൻ ചാറ് മതി. പിന്നെ റേച്ചാൻ അതൊന്നും ഇഷ്ടമല്ലല്ലേ. പിന്നെ അപ്പച്ചനെ പ്രതി അപ്പച്ചനും എല്ലാം ഉണ്ടാക്കണം. പിന്നെ റേച്ചാൻ കഴിച്ചില്ലെങ്കിൽ റേച്ചാനും ഉണ്ടാക്കണം. അതാ മീൻകറി ഉണ്ടെങ്കിൽ ഞങ്ങൾ 3 സംതൃപ്തരാണ്. ഞാൻ മീനൊക്കെ വെച്ച് ഒരു പീസ് ഇഞ്ചി അരച്ച നമ്മുടെ ട്രേയിലുള്ള ഇഞ്ചി ലാസ്റ്റായിരുന്നു, തീർന്നു ക്യൂബ്. ഇനി അടുത്ത് അങ്ങനെ അരച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്തോരം കൂട്ടാനൊക്കെ വെക്കുമ്പോഴേ വെളുത്തുള്ളി പൊളിച്ചതും ഇങ്ങനെ ഇഞ്ചിയൊക്കെ പീസായിട്ടുണ്ട് നമ്മൾ ക്യൂബായിട്ടൊക്കെ ഐസായിട്ടൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഇന്നിപ്പോൾ റേച്ചാന് രാത്രി വരുമ്പോൾ മുട്ടക്കറി ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം റേച്ചാന് ചപ്പാത്തി ചോറ് വേണ്ട, ചപ്പാത്തിയും അതുകൂടെ കഴിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നത് ഞാനെങ്ങനെ ഈ മീൻ വെട്ടാൻ പഠിച്ച്. ഞങ്ങളുടെ കുഞ്ഞിലെയാണെങ്കിൽ നാട്ടിൽ എന്ന് പറയുന്നത് രാത്രി പപ്പായൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോഴും വെളിയിലൊക്കെ പോയിട്ട് വരുമ്പം രാത്രി മീൻ കൊണ്ടുവരും. രാത്രി ചന്തയുണ്ടല്ലേ,
അന്നേരം മീൻ കൊണ്ടുവരും. അപ്പം പാതിരാത്രി നമുക്ക് അന്ന് ഞങ്ങളുടെ കുഞ്ഞിനെയൊന്നും നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലേ. അപ്പോൾ അന്നേരം തന്നെ അമ്മ വെട്ടി, അപ്പം ഞങ്ങളടുത്ത് ഇങ്ങനെ പോയി ഇരിക്കും. അത് ഒന്നി വാല് പിടിക്കാനോ വലിയ മീനാണെങ്കിൽ വാല് പിടിക്കാനൊക്കെ ചെല്ലും. എന്നിട്ട് അപ്പം അമ്മ വെട്ടുമ്പോൾ നമ്മളെന്ത് അതിശയത്തോടെ നോക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പോളും പ്രൈസനും ഞാൻ മീൻ വെട്ടുമ്പം പോളാണ് കൂടുതലും. അപ്പം അടുക്കളയിൽ നിന്നിട്ട് അതിൻ്റെ കണ്ണൊക്കെ ഒന്ന് തൊട്ടും അതിൻ്റെ ദേഹത്തൊക്കെ ഒന്ന് തൊട്ടൊക്കെ ഇങ്ങനെ തൊടും. അവർക്കൊരു അതിശയമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതേ അവസ്ഥയായിരുന്നു. എൻ്റെ അവസ്ഥ അതുപോലായിരുന്നു എൻ്റെ കൊച്ചിലെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി. നമ്മളെല്ലാം അതാ നമ്മൾ ചെയ്താൽ എല്ലാം പഠിക്കുന്നു. ഇപ്പോൾ ഒരു കുക്കിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അത് ഫോൾട്ടായി പോയാലും പിന്നെ അത് ട്രൈ ചെയ്താണ്. മീൻകറിയൊന്നും വെക്കാൻ എനിക്ക് ആദ്യം ഒന്നും അറിയത്തില്ലായിരുന്നു. വെള്ളം പോലെ കിടക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്താണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ മീൻകറി ഞാൻ അടപ്പത്ത് വെച്ചിട്ട് പയറരിഞ്ഞതുണ്ടായിരുന്നു. പയറൂടൊന്ന് തോരൻ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഒരവിടെ ഇടയ്ക്ക് കൊട്ട് തുടങ്ങി. ഞാൻ എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടുക കൊട്ട് തുടങ്ങുന്നതിന് മുമ്പിട്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈലിൽ നോക്കിയുണ്ടേ പഴയ വീഡിയോകൾ പ്രൈസൻ്റെ ഇവൻ്റെയൊക്കെ കുറേ കിടക്കുന്നു. അപ്പം ഞാനത് കൗതുകത്തിന് അത് കണ്ടുണ്ടേ ഒന്ന് ഇട്ടതാണ്. 3-4 വർഷത്തിന് മുമ്പിട്ട് ഞങ്ങൾ മീരാ റോഡിൽ താമസിച്ചപ്പം ഉള്ളതാണ്. അത് കണ്ടപ്പം ഞാനൊന്ന് ഇട്ടതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണേ. അപ്പം മീൻകറിയും ഉണ്ട്. പിന്നെ ഇന്നലത്തെ സാമ്പാർ ഇച്ചിരി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഊണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.